സംസ്ഥാന ബഡ്ജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചിട്ടും എങ്ങും എത്താതെ ചാലക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആധുനിക ഗ്രൗണ്ട് ഗ്യാലറി നിർമ്മാണം. നഗരസഭയും മുൻ എംഎൽഎ ബി.ഡി. ദേവസിയും തമ്മിലെ അകൽച്ചയാണ് പദ്ധതി അനിശ്ചിതത്വത്തിലാകാൻ കാരണം. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ ആധുനിക ഗ്രൗണ്ട് നിർമ്മാണത്തിന് 5 കോടി രൂപ പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ 20% തുക നീക്കിവെക്കുകയും ചെയ്തു. എന്നാൽ നഗരസഭയിൽ അന്ന് അധികാരത്തിൽ വന്ന UDF ഭരണസമിതി ഗ്യാലറി നിർമ്മാണം സ്കൂളിന്റെ പുതിയ ഗ്രൗണ്ടിൽ വേണമെന്ന തങ്ങളുടെ പഴയ നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാൽ നഗരസഭയുടെ തീരുമാനം നടപ്പാക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ PTA തീരുമാനമെടുത്തതോടെ തുടർ നടപടികൾ നിശ്ചലമായി. മുൻ LDF ഭരണസമിതിയാണ് അന്നത്തെ PTA സഹകരണത്തോടെ സ്കൂൾ സമുച്ചയത്തിന് സമീപത്തെ പവലിയൻ അടക്കമുള്ള ഗ്രൗണ്ട് നിർമ്മിക്കാൻ ആദ്യം തീരുമാനിച്ചത്. മുൻ MLA B.D. ദേവസിയാണ് ഇതിന്റെ അണിയറ ശില്പി. വിവിധ കെട്ടിട നിർമ്മാണങ്ങൾക്കായി അക്കാലത്ത് സർക്കാർ അനുവദിച്ചതാകട്ടെ 50 കോടി രൂപയും. കെട്ടിടങ്ങളെല്ലാം വടക്ക് കിഴക്ക് ഭാഗങ്ങളിലേക്ക് മാറ്റി നിർമ്മിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം ഇവിടെ തന്നെ ഗ്രൗണ്ട് സജ്ജമാക്കലായിരുന്നു. LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSC എന്നിവയ്ക്കെല്ലാം ഇവിടെ ആധുനിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. കിഴക്ക് ഭാഗത്തെ പഴയ കെട്ടിടങ്ങളിൽ പലതും പൊളിച്ചു നീക്കി. അവശേഷിക്കുന്നവ കൂടി പൊളിച്ചു മാറ്റുന്നതിലൂടെ നേരത്തെ നിശ്ചയിച്ച 400 മീറ്റർ ഗ്രൗണ്ട് അനായാസം നിർമ്മിക്കാൻ കഴിയുമെന്നാണ് PTA ഭാരവാഹികൾ പറയുന്നത്. പത്മശ്രീ ശങ്കറിന്റെ നേതൃത്വത്തിൽ ഹാബിറ്റാറ്റ് ഏജൻസിയാണ് പദ്ധതിക്കായി പ്ലാൻ തയ്യാറാക്കിയത്. 6 ട്രാക്ക് ഗ്രൗണ്ട് വേണമെന്നായിരുന്നു അന്നത്തെ നഗരസഭാ ഭരണസമിതി ആവശ്യപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അതിനുള്ള സൗകര്യം ഒരുങ്ങിയിട്ടുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV ചാലക്കുടി.